കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ ശ്രദ്ധിച്ച ഒരു വീഡിയോ ക്ലിപ്പിനുള്ള ഒരു നിരൂപണമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. കൂത്താട്ടുകുളത്തുള്ള സഹോദരൻ ജോബി ജോർജ് ബഹുമാനപ്പെട്ട പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന്റെ ഒരു സ്പീച്ചിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്ത് അത് അടർത്തി എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ബൈബിൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സഭയാണ് പെന്തക്കോസ്ത് സഭ എന്നാണ്. ബൈബിൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സഭ. അപ്പൊ അതിന്റെ അടിയിൽ ഞാനൊരു കമന്റ് എഴുതിയിട്ടു. ബൈബിൾ മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നു ആണ് പ്രസ്തുത സഭ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇന്ന് കാണപ്പെടുന്ന ഒരുപാട് ക്രമക്കേടുകൾ ഈ സഭാ പശ്ചാത്തലത്തിൽ എങ്ങനെ കടന്നുകൂടി, എങ്ങനെ അതിനെ സഹിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതിന് ആരും മറുപടി നൽകിയില്ല. അപ്പോൾ വാസ്തവത്തിൽ എന്റെ മനോമണ്ഡലത്തിൽ വ്യാപരിച്ച ഒന്ന് രണ്ട് ചിന്തകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവസ്ഥനിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബൈബിളിനോട് 100% വിശ്വസ്തത പുലർത്തി അതിന്റെ പ്രായോഗികതയിൽ 100% സിദ്ധത കാണിച്ച ഏക സഭ അപ്പോസ്തോലിക കാലത്തെ ക്രൈസ്തവ സഭകളായിരുന്നു. അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം ആ നിലയിൽ 100% കൃത്യത അവകാശപ്പെടാവുന്ന സഭാ കൂടിവരവുകൾ തുലവും വിരളമാണ്. എന്നാൽ അങ്ങിങ്ങായിട്ട് ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. ഇവിടെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ വിഷയം ബൈബിൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സഭയാണ് പെന്തക്കോസ്ത് സഭ എന്നുള്ള പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന്റെ അവകാശവാദമാണ്. അർത്ഥശൂന്യമായ അവകാശവാദം എന്ന് മാത്രമേ ശരിയായ നിലയിൽ വേദപുസ്തകം പഠിക്കുന്ന വേദവിദ്യാർത്ഥിക്ക് ഇതിനെ വിലയിരുത്തുവാൻ ആകുകയുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ഒരു പ്രാദേശിക സഭ പാരമ്പര്യത്തിനോ മറ്റ് കെട്ടുകഥകൾക്കോ കിഴവിക്കഥകൾക്കോ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കോ ഒന്നും യാതൊരു നിലയിലും ഉള്ള അനുമതി പത്രിക ആ സഭയുടെ അകത്ത് കൊടുക്കുകയില്ല. വചനവിരുദ്ധതയ്ക്ക് അവിടെ സ്ഥാനമുണ്ടാകുകയില്ല. ഉപദേശ പിശകുകൾ പഠിപ്പിക്കുന്ന ആളുകളെ അതിരൂക്ഷമായ നിലയിൽ തിരുത്തുകയും അങ്ങനെയുള്ളവരുടെ മേൽ സഭ ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കുന്ന ഇവിടുത്തെ 600,000 വിഭാഗങ്ങളിൽപ്പെട്ട പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടൻ എന്ന നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ എവിടെയാണ് വചന അടിസ്ഥാനത്തിലുള്ള ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ തെറ്റിതിരുത്തലുകൾ നടക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. സഭയുടെ ഭരണപരമായ കാര്യങ്ങൾ മാത്രം നോക്കാം. ഇദ്ദേഹം പറയുന്നത് വചനത്തോട് 100% ബൈബിൾ അടിസ്ഥാനപ്പെട്ട സഭയെന്നാണ്. 100% ബൈബിൾ അടിസ്ഥാനപ്പെട്ട സഭയാണ് ഈ പെന്തക്കോസ്റ്റൽ സഭകൾ എങ്കിൽ ഞാൻ ന്യായമായി ഒരു ചോദ്യം ചോദിക്കാം. വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തോലിക സഭകളിൽ സഭാ പരിപാലനം മൂപ്പന്മാരും സുവിശേഷകന്മാരുമാണ് ചെയ്യേണ്ടത്. എഫേസ്യർ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ധനനായ പൗലോസ്ലീഹ സഭയുടെ ഭരണപരമായ ക്രമത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ എന്നിങ്ങനെ 5 ഓഫീസുകളെ കുറിച്ചാണ് അവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആദിമസഭയിൽ അടിസ്ഥാന പണിക്കാരായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെട്ടവരായിരുന്നുവെന്നും ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നുവെന്നും
എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന പണിക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിതരായവരായിരുന്നു അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നാണ് പരിശുദ്ധാത്മാവ് അവിടെ സാക്ഷ്യം പറയുന്നത്. അത് ശരിയുമാണ്. ദൈവസഭയുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ, അതായത് 20 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കർത്താവിന്റെ ബൗദ്ധത്തിനായി ഭൂമിയിൽ നിലകൊള്ളുന്ന ദൈവസഭയുടെ അടിസ്ഥാനം വളരെ സ്ട്രോങ് ആയിരിക്കണമായിരുന്നു. വളരെ ശക്തമായ അടിത്തറ പാകുവാൻ ദൈവം ഉപയോഗിച്ച ശുശ്രൂഷകന്മാരായിരുന്നു അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അവർ അടിസ്ഥാനത്തിൽ വിരിച്ച അടിസ്ഥാന ഉപദേശങ്ങൾ മേലാണ് ഏതൊൽ കാലത്തുമുള്ള ദൈവസഭ അതിന്റെ കെട്ടുപണി ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാരിട്ട ഈ അടിസ്ഥാനമിട്ട ഈ ദൈവസഭയിൽ ഇടയന്മാരും ഉപദേശകന്മാരും പ്രാദേശിക സഭകളുടെ ശുശ്രൂഷകന്മാരായി ശുശ്രൂഷ ചെയ്യുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ഈ പറയപ്പെട്ട കൊടുത്തോട്ടം പാസ്റ്ററുടെ അവകാശവാദം അനുസരിച്ച് ഡിസ്ട്രിക്ട് പാസ്റ്ററോ സെൻട്രൽ പാസ്റ്ററോ അല്ലെങ്കിൽ നാഷണൽ പാസ്റ്ററോ ഇന്റർനാഷണൽ പാസ്റ്ററോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതാത് പ്രാദേശിക സഭകൾക്ക് പ്രാദേശിക സഭാ ശുശ്രൂഷകന്മാർ എന്നുള്ളതാണ് ദൈവത്തിന്റെ ക്രമം. ആ ക്രമത്തെ മറികടന്നാണ് ഇന്ന് പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളിൽ പ്രാദേശിക സഭയിലെ പാസ്റ്ററെ ആ സഭാകളിനകത്തെ ശുശ്രൂഷകൾ മാത്രം ഒതുക്കിയിട്ട് വിവാഹമോ മറ്റ് ആത്മീയ പ്രവർത്തനങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പോൾ സെന്ററിലുള്ള പാസ്റ്ററെ വരുത്തുകയും അദ്ദേഹത്തെ കണ്ട് അധികാര അവകാശം കൂടി ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സെന്ററിലുള്ളൊരു പാസ്റ്ററെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ഇവിടുത്തെ കാര്യം അതങ്ങനെ ചെയ്യാറുണ്ട്. കാരണം പ്രാദേശിക സഭയിൽ പ്രാപ്തനായ ഒരു സുവിശേഷൻ ശുശ്രൂഷയ്ക്കുണ്ടെങ്കിൽ അവനെ അവഗണിച്ചിട്ട് കുടുംബത്തിന്റെ ധനപരമായിരിക്കുന്ന മികവും വലിയ പ്രതാപവും ഒക്കെ കണക്കിലെടുത്ത് പ്രതാപശാലികളായ ആളുകളെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യിക്കാറുണ്ട്. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. എന്നാൽ ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവസഭ പ്രാദേശികമാണെന്നും പ്രാദേശിക സഭ സ്വതന്ത്രമാണെന്നും ആ പ്രാദേശിക സഭയുടെ മേൽ ഒരു ഹൈറാർക്കി ഇല്ല എന്നും ബാല്യം മുതൽ പഠിച്ചു വരുന്ന വേദപുസ്തക സത്യങ്ങളെ പിറകോട്ട് എറിഞ്ഞു കളഞ്ഞിട്ടാണോ പ്രാദേശിക സഭയിലെ പാസ്റ്റർമാരും ഡിസ്ട്രിക്ട് പാസ്റ്റർമാരും സെൻട്രൽ പാസ്റ്റർമാരും ഒക്കെ ഉണ്ടായത്? ഈ ബൈബിൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഭരണ പരിഷ്കാരമാണ് പെന്തക്കോസ്ത് സഭകൾക്ക് ഉള്ളത് എന്ന് കൊടുത്തോട്ട് അവകാശപ്പെടുന്നെങ്കിൽ എവിടെ നിന്നാണ് ഈ പറയപ്പെട്ട ഹൈറാർക്കി അല്ലെങ്കിൽ ഈ നിക്കലോവൈസം ഇതിവിടെ രംഗപ്രവേശനം ചെയ്തത് എന്നുള്ളത് വചനാടിസ്ഥാനത്തിൽ അദ്ദേഹം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ വചനാടിസ്ഥാനത്തിൽ പറയുമ്പോൾ അദ്ദേഹം പറയും അതിന്റെ ന്യായാന്യായങ്ങളൊക്കെ പറയും. ആ ന്യായാന്യായങ്ങളല്ല ഇവിടെ ആവശ്യം. 100% ബൈബിൾ അടിസ്ഥാനത്തിൽ പോകുന്ന സഭയെന്ന് അവകാശപ്പെടുമ്പോൾ ഞാൻ വായിക്കുന്ന ബൈബിളിനകത്ത് അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും അടിസ്ഥാനമിട്ട് സുവിശേഷകന്മാർ ഇടയോപദേഷ്ടാക്കന്മാർ എന്നിവരാൽ പരിപാലിക്കപ്പെടുന്ന പ്രാദേശിക സഭകളെയാണ് എനിക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് കാലത്തുമുള്ള ദൈവസഭയുടെ ഉപദേശത്തിനും പ്രായോഗിക അടിസ്ഥാനം തിരുവെഴുത്തുകൾ കൂടി മാത്രം ആയിരിക്കണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് അത് പറയാൻ കഴിയില്ല. അനുകരണ ഭ്രമം ഇന്നത്തെ കാലത്തെ ഇങ്ങനെയുള്ള സമൂഹങ്ങളെ ധാരാളം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നെ കണ്ടു പറഞ്ഞു, താങ്കളെ കണ്ട ഒരു സുവിശേഷകന്റെ ലുക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ എന്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞല്ല, താങ്കളെ കണ്ടാൽ ഒരു സുവിശേഷനാണെന്നും ആരും പറയുകയില്ല. അപ്പൊ എനിക്ക് എന്റെ ഗുട്ടൻസ് പിടികിട്ടി. ഒരു സുവിശേഷകനാണെന്ന് പറയണമെങ്കിൽ മീശ പാടില്ല, അതുപോലെ കളർ ഷർട്ട് ഇടാൻ പാടില്ല, മറ്റേ പല പല നോംസ് ഉണ്ട്. അതൊന്നും എന്റെ മുഖത്ത് നോക്കിയിട്ട് കാണുന്നില്ല. എന്റെ മുഖത്ത് കട്ടിയുള്ള മീശയുണ്ട്. പിന്നെ അപൂർവമായി മാത്രമേ ഞാൻ വെള്ള വസ്ത്രം ധരിക്കാറുള്ളൂ. വെള്ളത്തോടുള്ള വിരോധം കൊണ്ടല്ല, അത് പെട്ടെന്ന് മുഷിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ് അത് ധരിക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സഭയുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തുന്ന പല സംവിധാനങ്ങളും ഞാൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ ഒരു സുവിശേഷകനായി എന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒരാള് എന്നോട് അഭിപ്രായപ്പെട്ടു. നല്ല കാര്യം, അദ്ദേഹം അംഗീകരിക്കേണ്ട. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ യൂണിറ്റിയെ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവ് ആരും പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന യൂണിഫോമിറ്റി ഡസ് നോട്ട് മേക്ക് യൂണിറ്റി എന്നാണ്. നമുക്കെല്ലാവർക്കും ഐക്യരൂപ്യമുണ്ടാക്കിയാൽ ഐക്യത ഉണ്ടാവുകയില്ല.
ഐക്യത ഉണ്ടാകുന്നത് ആത്മാവിന്റെ ബന്ധം സമാധാനത്തിൽ കാക്കുമ്പോഴാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബൈബിൾ അടിസ്ഥാനത്തിലുള്ള ഒരു സഭയാണ് ഞങ്ങളുടെ സഭയെന്ന് പെന്തക്കോസ്റ്റൽ സഭകൾ അവകാശവാദം പറയാനും പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തിന്റെ ഈ ക്ലിപ്പ് കട്ട് ചെയ്ത് ഇവിടെ ജോബി ജോർജ് ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ന്യായമായി ഉത്തരം പറഞ്ഞാൽ ഉപകാരമാണ്. കാര്യം എനിക്ക് പഠിക്കാമല്ലോ, ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടെ ഒന്നാമത്തെ വിഷയം, പ്രാദേശിക സഭ എന്ന കൺസെപ്റ്റ് വിട്ടിട്ട് സെൻട്രലുകൾക്ക് സെൻട്രൽ പാസ്റ്ററും ആ ഡിസ്ട്രിക്റ്റുകൾക്ക് ഡിസ്ട്രിക്ട് പാസ്റ്ററും അവരുടെ അഡ്മിനിസ്ട്രേഷനും എങ്ങനെ പ്രാദേശിക സഭയിൽ രംഗപ്രവേശം ചെയ്തു. രണ്ടാമത്തെ വിഷയം, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്റ്റലന്മാർക്കോ പിന്നീടുണ്ടായ അപ്പോസ്തോലിക പിതാക്കന്മാർക്കോ അല്ലെങ്കിൽ സഭാപിതാക്കന്മാർക്കോ സഭാ ശുശ്രൂഷകന്മാർക്കോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഡ്രസ് കോഡ് ബൈബിളിൽ കർത്താവോ അപ്പോസ്റ്റലന്മാരോ സ്ഥിരീകരിച്ചിട്ടില്ല. നിങ്ങളെവിടെയും വായിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവും കർത്താവിന്റെ 12 ശിഷ്യന്മാരും ധരിച്ചിരുന്ന വസ്ത്രം സാമാന്യ യഹൂദന്മാരുടെ ആ കാലത്തെ സാംസ്കാരിക പശ്ചാത്തല പ്രകാരം ഉള്ള നീണ്ട കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയ ഒറ്റ തുന്നൽ ഉണ്ടാക്കിയ ഉടുപ്പായിരുന്നു, ലോങ് ക്ലോത്ത് ആയിരുന്നു. അത് അവരുടെ പലസ്തീനിയൻ കഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഏവനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ തന്നെ യേശു എന്ന് പടയാളികൾക്ക് യൂദ നേരത്തെ തന്നെ വാക്കുകൊടുത്തത്. കാരണം എല്ലാവരെയും പത്രോസിനെയും അന്ത്രയോസിനെയും ദിദിമോസിനെയും യോഹന്നാനെയും ബർത്തലാമായെയും യൂദായെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. കാര്യം വസ്ത്രത്തിന്റെ വ്യത്യാസം കൊണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ഏവനെ ചുംബിക്കുമ്പോൾ അവൻ തന്നെയാകുന്നു യേശു എന്നാണ് യൂദ കാശു വാങ്ങിട്ട് പറഞ്ഞു കൊടുത്തത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, അങ്ങനെ ഈ ബൈബിൾ മാത്രം അടിസ്ഥാനപ്പെട്ട ഏക സഭയാണിതെങ്കിൽ ഈ പറയപ്പെട്ട ഡ്രസ് കോഡ് നമ്മുടെ ഈ വട്ടമേലച്ഛന്റെ കുപ്പായത്തിന്റെ വട്ടക്കഴുത്തുള്ള ജുബ, സ്ത്രീകൾ ധരിക്കുന്ന ചുരിദാറിന്റെ ടോപ്പ് പോലെ ഇങ്ങ് പാദം വരെയും എത്തുന്ന വലിയ ലോഹ പോലെയുള്ള ഈ പറയപ്പെട്ട മേൽവസ്ത്രം അല്ലെങ്കിൽ ജുബ, ഇതെല്ലാം ഒരുതരം പട്ടത്വത്തിന്റെ അനുകരണമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പട്ടത്വം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. അല്ലെങ്കിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോട് തന്നെ അസ്തമിച്ച ഒരു സംഗതിയാണ്. ന്യായപ്രമാണത്തിന്റെ നിവൃത്തിക്കായി ഈ താണഭൂമിയിലേക്ക് വന്ന് സ്വന്തം ശരീരം പാപയാഗമായി സമർപ്പിച്ച കർത്താവായ യേശു താൻ ക്രൂശിന്മേൽ മരിക്കുമ്പോൾ അതിപ്രധാനമായ 2 സംഗതികൾ യെരുശലേമിൽ അരങ്ങേറി. മരണത്തിന് തൊട്ടുമുമ്പ് നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനോ ഞങ്ങളോട് പറയുക എന്ന് മഹാപുരോഹിതൻ ചോദിക്കുമ്പോൾ ഞാനാകുന്നു എന്ന് യേശുക്രിസ്തു പ്രതിവചിച്ചത് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. ഇത് കേട്ട പാടെ തന്നെ 2 മഹാപുരോഹിതന്മാരാണ് യേശുക്രിസ്തുവിന്റെ വിസ്താരത്തിൽ പങ്കെടുത്തത്. ഒരു മഹാപുരോഹിതനെ ഒരു ട്രെയിനിൽ പാടുള്ളൂ, പക്ഷേ ഒന്ന് അമ്മായിപ്പനും മറ്റൊന്ന് മരുമോനുമാണ്, അന്നാവും കയ്യഫാവും. അപ്പൊ അവര് 2 പേരും കൂടെ അവിടെ ഇരുന്നു. നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് യേശു പറയുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും സാക്ഷികളെ കൊണ്ട് എന്ത് ആവശ്യം എന്ന് പറഞ്ഞിട്ട് മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറി എന്നാണ് വായിക്കുന്നത്. നിങ്ങൾ ലേവ്യ പുസ്തകവും സംഖ്യാ പുസ്തകവും വായിക്കണം. മഹാപുരോഹിതനെ സംബന്ധിച്ചുള്ള അവനെ സംബന്ധിച്ചുള്ള കൽപ്പനകൾ പറയുമ്പോൾ മഹാപുരോഹിതൻ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് മഹാപുരോഹിതൻ തന്റെ വസ്ത്രം ഒരിക്കലും കീറാൻ പാടില്ല. അപ്പൊ ഇവിടെ ഈ മഹാപുരോഹിതന്റെ വസ്ത്രം കീറി, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം എന്ന് പറഞ്ഞ് വസ്ത്രം കീറിയപ്പോൾ സംഭവിച്ചത് പൗരോഹിത്യം കീറപ്പെടുകയായിരുന്നു. അതായത് ഇസ്രായേലിന് ദൈവം അനുവദിച്ചു നൽകിയ ന്യായപ്രമാണ അധിഷ്ഠിതമാകുന്ന പൗരോഹിത്യം എന്നേക്കുമായി കീറി മാറ്റപ്പെട്ടു എന്നാണ് മഹാപുരോഹിതന്റെ വസ്ത്രം കീറൽ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, യേശു ക്രിസ്തു ക്രൂശിന്മേൽ കിടക്കുന്ന സമയത്താണ്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഏലി ഏലി ലെമാ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വെടിയുമ്പോൾ നാം വായിക്കുന്നത് ദൈവമന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഈ തിരശീലയുടെ നിർമ്മാണം എന്ന് പറയുന്നത് നെയ്ത്തുപണിക്കാരുടെ ചിത്ര തയ്യലോടുകൂടെ കരകൗശലപരമായി മനുഷ്യൻ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ ഈ തിരശീലയെ സംബന്ധിച്ച്
ജൂബിഷ് ആന്റിക്വിറ്റീസ്, യഹൂദന്മാരുടെ പൗരാണികത്വം എന്ന ഗ്രന്ഥത്തിൽ ഫ്ലേവിയസ് ജോസീഫസ് അഭിപ്രായപ്പെടുന്നത് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് 4 ഇഞ്ച് കനത്തിൽ നെയ്തുണ്ടാക്കിയ മനോഹരമായ ഒരു കർട്ടൻ എന്നാണ്. 4 ഇഞ്ച് കനമുണ്ട് ഈ കർട്ടന്. 4 ഇഞ്ച് കനമുള്ള ഈ കർട്ടന് കൈകൊണ്ട് വലിച്ചു കയറാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. അനായാസേന ഒരു ആയുധം കൊണ്ട് വളരെ വേഗത്തിൽ മുറിച്ച് മാറ്റുവാനായി സാധിക്കുകയില്ല. പക്ഷെ ഇവിടെ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തിങ്കൽ മുകൾ തൊട്ട് അടിയോളം ദൈവ മന്ദിരത്തിലെ തിരശ്ശീല അത് 2ആയി ചീന്തപ്പെട്ടു. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഈ തിരശ്ശീലയും മുൻകൂടാരവും നിൽക്കുന്നിടത്തോളം കാലം അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം അനുവദിക്കപ്പെട്ടില്ല എന്ന് നാം അറിയുന്നു എന്നാണ്. പക്ഷേ അവിടെ തന്നെ അപ്പോസ്തലൻ പറയുകയാണെന്നാൽ ക്രിസ്തുവോ പാപങ്ങളുടെ പരിഹാരത്തിനായി വന്നിട്ട്, പാപമോചനത്തിനായി ഈ ഭൂമിയിൽ വന്നിട്ട് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അങ്ങനെ യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല നമുക്കായി ചീന്തി ഒരു പുതുവഴി തുറന്നിട്ടുകൊണ്ട് നമ്മൾ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും പിന്നെ ദൈവത്തെ ആരാധിപ്പാൻ പ്രാഗൽഭ്യമുള്ളവരായി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള പ്രത്യേക ഭാഗ്യവും പദവിയും ദൈവം നമുക്ക് ക്രിസ്തുവിൽ തന്നിരിക്കുകയാണ്. അവിടെ സംഭവിച്ച വിഷയം താൻ ചോദിച്ചു കഴിഞ്ഞാൽ, മഹാപുരോഹിതൻ എന്ന വസ്ത്രം കീറുകയും ദൈവമന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ടടിയോളം 2ആയി ചീന്തപ്പെടുകയും ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിന് പൗരോഹിത്യം കീറി മുറിച്ച് മാറ്റി എറിഞ്ഞു കളഞ്ഞുവെന്നാണ്. ഇതോടുകൂടെ ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുകയും ന്യായപ്രമാണ പൗരോഹിത്യം അസ്തമിക്കുകയും ചെയ്തു. ന്യായപ്രമാണ പൗരോഹിത്യം അസ്തമിച്ചെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗരോഹിത്യ വസ്ത്രമോ പൗരോഹിത്യ ഗോത്രമോ പൗരോഹിത്യത്തിന് പ്രത്യേക കുടുംബങ്ങളെയോ ആ കുടുംബങ്ങളുടെ പിന്തുടർച്ചക്കാരെയോ വേദപുസ്തകം പരാമർശിക്കാതിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വട്ടമേലച്ഛന്റെ കുപ്പായത്തിന്റെ വട്ടക്കഴുത്ത് പോലുള്ള വട്ടക്കഴുത്തുള്ള നീണ്ട ജുബ ധരിക്കുകയും പിന്നെ ക്ലീൻ ഷേവ് ഇവർ എപ്പിസ്കോപ്പൽ സഭകളിലെ അച്ഛന്മാർ ചെയ്യുന്ന പോലെ ക്ലീൻ ഷേവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ അനുകരണത്തിന്റെ ബൈബിൾ അടിസ്ഥാനം എവിടെയാണെന്ന് ഒന്ന് കാണിച്ചെന്നാൽ അത് ഫോളോ ചെയ്യാൻ എനിക്കും താല്പര്യമുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ കാണിച്ചു തരണം. പലപ്പോഴും അവർ പറയുന്ന വേദപുസ്തകത്തിൽ കാണിച്ചു തരണമെന്നാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ നിന്ന് എത്രയോ വിദൂരമാണ് ഇന്നത്തെ ഈ സഭകളൊക്കെ. വിശുദ്ധ വേദപുസ്തകവുമായിട്ട് യോജിച്ചു പോകുന്നില്ല, പല കാര്യങ്ങളിലും യോജിക്കുന്നില്ല, സഭാഭരണത്തിൽ യോജിക്കുന്നില്ല, സുവിശേഷീകരണ ദൌത്യത്തിൽ യോജിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 28-19-20 വാക്യങ്ങളിൽ യേശു പറഞ്ഞ അന്ത്യകൽപ്പനയിൽ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ, അവരെ ശിഷ്യരാക്കുവീൻ എന്നുള്ള കൽപ്പനയാണ് യേശുക്രിസ്തു നൽകിയത്. പക്ഷേ ഇവിടെ ഇന്ന് സംഭവിക്കുന്ന ഇവിടുത്തെ പുൾപിറ്റുകളിലൊന്നും ശരിയായ നിലയിലുള്ള സുവിശേഷം പ്രസംഗിക്കാറില്ല. എന്നാൽ ഇദ്ദേഹം അതിനൊരു അപവാദമാണ്. ഏതാ നമ്മുടെ ഈ കൊടിത്തോട്ടം. അദ്ദേഹം വളരെ നന്നായി സ്റ്റേജുകളിൽ സുവിശേഷം പ്രസംഗിച്ച ആളാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അനേക ലക്ഷം ആളുകൾ കേട്ട ഒരു വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കേട്ടു. മറ്റൊന്നുമല്ല, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ യേശുക്രിസ്തു ആര്? അവൻ ഒരു സാധാരണ ദേവനല്ല. അവൻ ആര്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുവിശേഷത്തിന്റെ വലിയ സാരാംശം ഒരു മെസ്സേജിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അത് ഞാൻ അതേ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കാര്യം അദ്ദേഹം നന്നായി സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്നത്തെ പെന്തക്കോസ്ത് സഭാ കൂടിവരവുകളിൽ, വിശേഷാൽ ഈ പൊതു കൺവെൻഷൻ മേഖലകളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ വളരെ വിരളമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. വന്നു 2 പാട്ട് പാടി കയറി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രോഗശാന്തിയും പ്രവചനവുമായിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അവിടെ വാസ്തവത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. ഞാൻ വായിക്കുന്ന ബൈബിളിലെ ബൈബിൾ അടിസ്ഥാനപ്പെട്ട ദൈവസഭയുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഒരു പ്രാദേശിക സഭ സ്ഥലത്തുണ്ടെങ്കിൽ ആ പ്രാദേശിക സഭയിലെ വിശ്വാസികളുടെ പ്രബുദ്ധമാകുന്ന ഉത്തരവാദിത്തമാണ് ആ സഭയുടെ പരിസരങ്ങളിലായി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കുക എന്നുള്ളത്. എന്താ യേശുക്രിസ്തുവിന്റെ സുവിശേഷം? അത് രോഗശാന്തിയല്ല, അത് പ്രവചനങ്ങളല്ല, അത് വെളിപ്പാടുകളല്ല, അത് ദർശനങ്ങളല്ല,
അത് സ്റ്റേജിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതോ ചാടുന്നതോ ജനവികാരം ഇളക്കി മറിക്കുന്നതൊന്നുമല്ല. പിന്നെന്താണ്? പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് അതിന്റെ അന്തസ്സത്തയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, അവന്റെ അടക്കം, അവന്റെ പുനരുദ്ധാനം, അവന്റെ സ്വർഗാരോഹണം, അവന്റെ പുനരാഗമനം ഇത്യാദി കാര്യങ്ങളെ ലോകത്തോട് അറിയിച്ചിട്ട് വിശ്വസിക്കുന്നവരെ ശിഷ്യരാക്കി വേദപുസ്തകം പഠിപ്പിച്ച് അവരെ ശിഷ്യത്വ പരിശീലനം നൽകി വളർത്തിക്കൊണ്ട് വരുന്ന സംവിധാനമാണ് സുവിശേഷ യജ്ഞത്തിലുള്ളത്. ഇതല്ലാത്തൊന്നും സുവിശേഷമല്ല. അപ്പൊ ഇതൊന്നും പറയാതെ അടക്കി വാഴുന്ന സ്റ്റേജുകളിൽ പരിശുദ്ധാത്മാവിന്റെ ഭാവപ്രകടനങ്ങൾ എന്ന് പറഞ്ഞ് കുറെ അന്യഭാഷയും പ്രവചനവും ചാട്ടവും ഓട്ടവും കുരവയും കൂകലും ഒക്കെ നടത്തിയ ശേഷം ഞങ്ങള് ബൈബിൾ മാത്രം അടിസ്ഥാനപ്പെട്ട ഒരു സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ എന്ന് മാത്രമേ അത്തരം പ്രസ്താവനകളെ വിലയിരുത്തുവാൻ കഴിയൂ. ഞാൻ നിൽക്കുന്ന പഠന സമൂഹത്തിലാണ്. ഇവിടുന്ന് എങ്ങും ചാടിപ്പോയിട്ടുമില്ല. വന്ന കാലം മുതൽ ഇവിടെ തന്നെ നിൽക്കുക. അങ്ങൊന്നും ഇങ്ങൊന്നും ഒക്കെ വന്ന പല പാർട്ടികളുണ്ട്. തോമാച്ചന്റെ എവിടെ നിന്നും, പിന്നെ ജോർജാന്റെ എവിടെ നിന്നും, കറിയാച്ചന്റെ എവിടെ നിന്നും, കുരിയാച്ചന്റെ എവിടെ നിന്നും ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാനും ഇതിനകത്ത് മാർത്തോമായിൽ നിന്ന് വന്നവനാണ്. പക്ഷേ വന്ന കാലം മുതൽ ഈ വേർപാട് വിശ്വാസി തന്നെയാണ് നിൽക്കുന്നത്. നിൽക്കുകയല്ല, നാം നിൽക്കുന്ന ഈ ദൈവകൃപ എന്ന അപ്പോസ്തലൻ പറയുമ്പോൾ ഈ കൃപയിൽ കർത്താവ് നിർത്തിക്കൊണ്ട് പോവുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ വേർപാട് സഭ തന്നെ അത് ആവിർഭവിച്ചത് വചനത്തോട് 101% വിശ്വസത പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സഭയിൽ പോലും പ്രായോഗിക വശത്ത് ഈ 100% വിശ്വസത ഉപദേശപരമായി പുലർത്താൻ പല മേഖലകളിലും കഴിയുന്നില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. കാരണം പ്രാദേശിക സഭ സ്വതന്ത്രമാണ് വേദോസം പഠിപ്പിക്കുന്നു. ഞങ്ങൾക്ക് രജിസ്റ്റേർഡ് സെന്റർ ഇല്ലെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സെന്റർ ഉണ്ട്. ഇപ്പൊ രജിസ്റ്റേർഡ് സെന്റർ ഇല്ല. IPCകൾക്കൊക്കെ ഇപ്പൊ കുമ്പനാട് സെന്റർ, ആലപ്പുഴ സെന്റർ, അല്ലെങ്കിൽ കൊട്ടാരക്കര സെന്റർ, കോട്ടയം സെന്റർ എന്നൊരു സെന്റർ ഉണ്ട്. ഞങ്ങൾക്കുണ്ട് സെന്റർ. കേട്ടില്ലേ? കോട്ടയം സെന്റർ YMF, കോട്ടയം സെന്റർ ബാലസംഘം, കോട്ടയം സെന്ററിലുള്ള പ്രാദേശിക സഭകളുടെ കൂട്ടായ കൺവെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ബ്രിട്ടന്റെ നിയമം പോലെ എഴുതപ്പെടാത്ത നിയമത്താൽ സ്ഥാപിതമാക്കപ്പെട്ടിരിക്കുന്ന ചില സെന്ററുകൾ ഇവിടെയുണ്ട്. ഇത് ദൈവവചന പ്രകാരം ശരിയല്ല. അതുപോലെ സഭയുടെ പരിപാലനപരമായ കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ആക്കി വയ്ക്കാത്ത മൂപ്പന്മാരെ സഭാപരിപാലനത്തിൽ വരാൻ പാടില്ല എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ സിംഹഭാവവും ദൈവത്തിന്റെ ആത്മാവ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ആളുകളാണ് പരിപാലനത്തിൽ രംഗത്തുള്ളത്. അതൊരു നഗ്ന സത്യമാ. എല്ലാ ഉപദേശിമാരും ഇത് പറയുകയില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൺവെൻഷനോ ഈ ശവോടക ശുശ്രൂഷയ്ക്കോ സ്നാനത്തിനോ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെയുള്ള ബൈബിൾ ക്ലാസുകൾക്കോ വിവാഹ ശുശ്രൂഷകൾക്കോ ഒക്കെ വേണ്ടി വേഴാമ്പൽ മഴയ്ക്കായി കാത്തിരിക്കുന്നവരെ പോലെ കാത്തിരിക്കുന്നവർ എന്തിനാ അവരുടെ കഞ്ഞിപ്പാത്രത്തിൽ മണ്ണ് വാരിയിടണം എന്ന് ചിന്തിച്ച് അവര് പറയുന്നില്ല. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ ദൈവവചന സത്യം പറയുകയാണ്. ദൈവവചനത്തിന്റെ 100% കൃത്യമായി പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു സഭയും ഇന്ന് ഭൂമിയിലില്ല. അതുകൊണ്ടാണ് മിക്കവാറുമുള്ള എല്ലാ കൂടിവരവുകളും മോർ ഓർ ലെസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഹാവിംഗ് പ്രോക്സിമിറ്റി ടു ഗോഡ്സ് വേർഡ്. അതായത് ഏറെക്കുറെ ദൈവവചനത്തോടെ വിശ്വസ്ത പുലർത്തുന്നവരാണ്. 100% എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോഴും വേറൊരു വിഷയമുണ്ട്. ഞങ്ങളുടെ പ്രാദേശിക സഭകളിൽ ഇപ്പോഴും ഞങ്ങൾക്ക് പ്രാദേശിക സഭയുടെ പരിപാലനം സ്വതന്ത്രമാണ്. അതായത് ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ശുശ്രൂഷകനുണ്ടെങ്കിൽ ആ ശുശ്രൂഷകന്റെ മേൽ അയലോക്കത്തുള്ള ഒരു സഭയിലെ വിശ്വാസികൾക്കോ മൂപ്പന്മാർക്കോ ഒന്നും അധികാര അവകാശങ്ങളില്ല. ഞങ്ങളുടെ സഭയെ പരിപാലിക്കാനോ ഭരിക്കാനോ നിയന്ത്രിക്കാനോ പിന്നെ ഇതിനുള്ള അധികാര അവകാശങ്ങളൊന്നും അയൽപക്കത്തുള്ള സഭയ്ക്കില്ല. ഈച്ച് ലോക്കൽ ചർച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് ഓട്ടോണമസ് ഇൻ ഇറ്റ്സ് ഗവൺമെന്റ് എന്നാണ് പുതിയ നിയമം വിശ്വസിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ഞങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എനിക്ക് വളരെ രസകരമായി തോന്നിയ വിഷയം, ഈ പറയപ്പെട്ട സംഗതികളെല്ലാം ഒന്നിച്ചു കൊണ്ടു നടക്കുന്ന ഈ പാർട്ടികൾ പറയാണ് ബൈബിൾ 100% അടിസ്ഥാനമാക്കിയുള്ള സഭയാ ഞങ്ങളുടെ സഭയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ വീട്ടിലും സ്റ്റുഡിയോയിലും ഇരിക്കാം. നാട്ടുകാരുടെ മുമ്പാകെ പറയാൻ ഒക്കെ എന്നുള്ളേ ഉള്ളൂ. പണ്ടൊരു കുറുക്കൻ പറഞ്ഞു, ദേശം മുഴുവൻ എന്റേതാണ്, രാജ്യം മുഴുവൻ എന്റേതാണ്,
പക്ഷേ പകലിറങ്ങി നടക്കാൻ പറ്റുകയില്ല. എന്താ കാരണം അറിയാമോ? നാട്ടുകാർ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ സ്ഥിതിയാണ് ഇന്നത്തെ നമ്മുടെ സഭകളിലെയൊക്കെ സ്ഥിതി. ഇത് ഞാനിവിടുന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ റൂമിൽ ഇത് പറയാം. അപ്പൊ പിന്നെ ആരും ഇങ്ങനെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 100% പെർഫെക്ഷൻ ഉള്ള ഒരു സഭാ കൂടിവരവ് ഉണ്ടായാൽ നല്ലതാണെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സഭയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ളതില് തമി ഭേദം തൊമ്മൻ പറഞ്ഞ പോലെ ഉള്ളതിൽ ഭേദം ഈ പരിശുദ്ധാത്മാവിന്റെ പേരിൽ കോപ്രായങ്ങൾ കാണിക്കാത്തതും വ്യാജമായിരിക്കുന്ന ഭാഷകളോ കള്ളപ്രവചനങ്ങളോ ഒന്നും പ്രൊമോട്ട് ചെയ്യാത്തതും അതേസമയത്ത് ഇൻഡിവിജ്വൽ സോൾ ലിബർട്ടിയെ അംഗീകരിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടതും ദൈവത്തിന്റെ നിയോഗത്തിൽ അടിസ്ഥാനപ്പെട്ടതും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് കീഴ്പ്പെട്ടതുമായി പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന വേർപാട് സഭകളാണ്. അവിടെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അവിടെ എല്ലാവരും കുഴപ്പക്കാരല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞങ്ങളുടെ പ്രാദേശിക സഭകളിൽ ഞങ്ങള് ദൈവവചനം അനുശാസിക്കുന്ന വചന സ്വാതന്ത്ര്യപ്രകാരം ദൈവത്തെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് വചനത്തിനുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും എല്ലാ അധികാര അവകാശങ്ങളുണ്ട്. ഈ അധികാരം ഞങ്ങൾക്ക് ഏതെങ്കിലും സെൻട്രലിൽ നിന്നോ ഡിസ്ട്രിക്റ്റിൽ നിന്നോ ലഭിച്ചല്ല, മറിച്ച് അത് ഉയരത്തിൽ നിന്നുള്ള അധികാരമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കർത്താവ് തന്ന അധികാരമാണ്. ആ അധികാരമാണ് വാസ്തവത്തിലൂടെ ഞങ്ങൾ വിനിയോഗിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അപ്പോൾ തന്നെ ഇവിടെ ക്രമം കെട്ട നിലയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും മൂപ്പന്മാർ നിയമനം സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് മൂപ്പന്മാരെ നിയമിക്കുകയല്ല, ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പൊ നിയമനം ചെയ്യുന്ന ചില സഭകളൊക്കെ കാണുമായിരിക്കാം, ഏതെങ്കിലുമൊക്കെ പരിഗണന വെച്ചുകൊണ്ട്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണ്. അത് വചനാനുസരണമല്ല. വചനാനുസരണമല്ലാത്തൊരു പ്രവൃത്തി ചെയ്യുന്ന സഭയെ വചനപ്രകാരം 100% ശരിയെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇവിടുത്തെ രക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഇത് പ്രാദേശികമാണ്. പ്രാദേശിക സഭയില് ഒരു സഭയിൽ ഒരാള് ആ ഒരു തെറ്റായ സമ്പ്രദായം കാണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ബ്രദറൻ എന്നറിയപ്പെടുന്ന മുഴുവൻ സഭകളും തകരാറാകുന്നില്ല. കാരണം വെച്ചാൽ ആ ചർച്ച ഇൻഡിപെൻഡന്റ് ചർച്ചയാണ്. അവിടെയാണ് അതിനെതിരെയുള്ള കറക്ഷൻ നടക്കേണ്ടത്. അവിടുത്തെ മൂപ്പന്മാര് ശുശ്രൂഷകന്മാരാണ് അവിടെ പൊന്തിവരുന്ന പ്രശ്നങ്ങൾക്ക് വചനാടിസ്ഥാനത്തിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇരുന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 6 അടി വ്യാസമുള്ള കിണറ്റിനകത്ത് 5 അടി വെള്ളത്തിൽ കിടക്കുന്ന ഒരു തവള ഇതാ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്ന ഇതാണെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് ഓഷ്യൻ അതല്ലെന്ന് സുബോധമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞൊരു സുഖം, തവളയ്ക്കൊരാശ്വാസം, അതായത് അത് വെള്ളത്തിൽ കൂടെ വട്ടം കറങ്ങുമ്പോൾ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് അതങ്ങ് ചിന്തിക്കുകയാണ്. നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളെ പുറം ലോകത്തേക്ക് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ നോക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. ദൈവവചനം പറയുന്നത് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാരാൽ മാതൃകയായി കാണിച്ചെന്നല്ലാതെ യാതൊരു മാതൃകയും അപ്പോസ്തോലിക മാതൃകയായി പിൻപറ്റുവാൻ വേദപുസ്തകം നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിന്റെ ഉപദേശവും അപ്പോസ്തലന്മാരുടെ ഉപദേശവും അപ്പോസ്തലന്മാരുടെ പ്രായോഗിക വശവും കൂടെ പരസ്പരം സമന്വയിപ്പിച്ച് നമ്മള് പ്രവൃത്തികളുടെ പുസ്തകത്തില് എപ്രകാരമുള്ളൊരു സഭയാണ് സഭാചരിത്രത്തിന്റെ ആദ്യ ഏടുകളിൽ ഭൂമിയിൽ നിലനിന്നിരുന്നത് എന്ന് പഠിക്കുമ്പോഴാണ് നാം പ്രാദേശിക സഭയുടെ അധികാരവും അതിന്റെ മികവും അതിന്റെ മനോഹാരിതയും ഒക്കെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ശ്രീമാൻ കൊടുത്തോട്ടത്തിന്റെ ഈ അവകാശവാദം ഞാൻ പാടെ നിരാകരിക്കുന്നു. കാരണം അറിയാവോ, അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരൻ സമൂഹനായതുകൊണ്ട് അദ്ദേഹം ആ സമൂഹത്തോട് വാത്സല്യം കൊണ്ട് പറഞ്ഞായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം അദ്ദേഹം ചിലപ്പോൾ മറുപടിയും പറയുമായിരിക്കും. സന്തോഷമുള്ളൂ മറുപടി പറഞ്ഞു, എനിക്ക് എന്നാ പ്രശ്നം? മറുപടി പറഞ്ഞാൽ ഞാനും എന്റെയും മറുപടി പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മുടെ ഈ സഭകൾ, പെന്തക്കോസ് സഭകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അതുപോലെ അതേ ഒരു വലിയ പ്രസ്താവന എഴുതിയിട്ടേക്കുന്നത് ഞാൻ കണ്ടു. അതായത് ഒരുപാട് ആളുകൾ അതിനകത്തോട്ട് കൂടി വരുന്നുണ്ട്. ശരി, ആര് പറഞ്ഞു കൂടി വരുന്നില്ലെന്ന്? ലോകത്തിലെ റോമൻ കത്തോലിസിസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു പ്രസ്ഥാനമാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനം. അതിന്റെ കാരണം ഞാനങ്ങ് പറഞ്ഞേക്കാം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല ആ ചർച്ചിന്റെ ക്വാളിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്വാളിറ്റി ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല ക്വാളിറ്റിയെ നമ്മൾ വിശകലനം ചെയ്യുന്നത്.
കുറെ അധികം വെജിറ്റബിൾ എല്ലാം കൂടെ വെട്ടി അറിഞ്ഞിട്ട് നമുക്ക് ആന്ധ്രാക്കാരന്റെ കറി പോലെ ഒരു സമൂല കറി വെക്കാൻ കഴിയും. അതിന് വ്യത്യസ്തമായ ടേസ്റ്റാണ്. എന്നാൽ പല വെജിറ്റബിളുകൾ പലതായി കട്ട് ചെയ്ത് പല രീതികൾ കട്ട് ചെയ്ത് അതിന് അനുയോജ്യമായ മസാലകളൊക്കെ ചേർത്ത് വൃത്തിയായി അടുക്കളയിൽ കുക്ക് ചെയ്താൽ ആ വെജിറ്റബിളിന്റെ ഇൻഡിപെൻഡന്റ് കുക്കിങ്ങിന് ഏറെ രുചിപ്രദമായിരിക്കും. അത് ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം, സഹോദരന്മാർക്കൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യം അറിയാം. അവിടുത്തെ വിഷയം അറിയാവോ? ആളുകളുടെ എണ്ണത്തിന്റെ വലിപ്പം നോക്കിക്കൊണ്ട് ഒരു സഭയുടെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കില്ല. കാര്യം എണ്ണത്തിൽ പെരുകിയാലും വണ്ണത്തിൽ പെരുകിയാലും ഗുണത്തിൽ പെരുകണം എന്ന് നിർബന്ധമില്ല. ദൈവസഭയുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് വീണ്ടും ജനിച്ച വിശ്വാസികളെ കൊണ്ടാണ്. വൈകാരിക മണ്ഡലത്തിന് ഇടക്കപ്പെരുപ്പം ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് വരേണ്ട വിശ്വാസികളെ കുറിച്ചല്ല. ഞാൻ അടുത്ത സമയത്ത് എന്റെ തന്നെ ബന്ധമുള്ള വീട്ടിൽപ്പെട്ട ഒരു ഫാമിലി, ഈ 1-2 വർഷങ്ങൾക്കുള്ളിൽ പെന്തക്കോസ്റ്റിൽ പോയ ഒരു ഫാമിലി ഞാൻ കണ്ടു. അപ്പൊ അവരുമായി സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ വിശ്വാസത്തിലേക്ക് വരാൻ ഉണ്ടായ മുഖാന്തരം എന്താണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മുഖാന്തരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരു അതിശോക്തി പറയാതെ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുക. കാരണം എനിക്കിത് പറഞ്ഞിട്ട് എന്ത് ആവശ്യമല്ലെങ്കിൽ അവർ പറഞ്ഞത്, അവർക്ക് 1-2-3 ചെറിയ ഷോപ്പുകൾ ഉണ്ടായിരുന്നു, കച്ചവട ഷോപ്പുണ്ടായിരുന്നു. ആ കച്ചവട ഷോപ്പുകൾ തീരാത്ത നഷ്ടത്തിലായി, അത് പൊട്ടിപ്പോകും എന്നുള്ള സ്ഥിതി വന്നു. വെറും സ്ഥിതി വന്നതല്ല, ഓൾമോസ്റ്റ് ഇറ്റ് വാസ് അണ്ടൻ. അത് മിക്കവാറും ഒക്കെ തകർന്നു പോയിരുന്നു. അപ്പോൾ ഒരു ദൈവദാസനായ പാസ്റ്റർ പറഞ്ഞു, ഈ ബിസിനസ് അഭിവൃദ്ധിപ്പെടാതിരിക്കുന്നതിന്റെ കാരണം ദൈവകോപമാണ്. ഏതോ അജ്ഞാതമായ ദൈവകോപം ഉണ്ട്, അതുകൊണ്ടാണ് ഇത് പച്ചപിടിക്കാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 6-7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ശരി, അവരെല്ലാം യാക്കോബ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ആ വീട്ടിൽ ഒരു പ്രവേശനം ലഭിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസ പ്രാർത്ഥന 7 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുടുംബമായി എന്ത് ചെയ്യണം? സ്നാനപ്പെട്ട് സഭയോട് ചേരണം. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകും. അപ്പോൾ ഞാൻ പറയാൻ സംഭവിച്ചത്, അവരെ സ്നാനപ്പെട്ട് ആ സഭയോട് ചേർന്നു. ഞാൻ ഇവരിൽ തന്നെ കേട്ടാണ്. അപ്പൊ ഞാൻ വളരെ കൂലങ്കക്ഷമായത് കേട്ട ശേഷം ഞാൻ ചോദിച്ചു, എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്? അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് വളരെ സങ്കടകരമാണ്. ഞങ്ങൾ സ്നാനപ്പെട്ടതാണ്, ഞങ്ങളുടെ കടഭാരങ്ങളും ഈ പ്രയാസങ്ങളും ഒക്കെ നീങ്ങിപ്പോകും എന്ന് ദൈവദാസൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞങ്ങൾ കുടുംബമായി സ്നാനപ്പെടാം എന്ന് തീരുമാനിച്ചു. ഇതാണോ ബൈബിൾ അടിസ്ഥാനം? ഞാൻ വായിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനം ഇതാണോ? നിങ്ങൾ വായിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനം ഇതാണോ? ബൈബിളിന്റെ അടിസ്ഥാനം പറയുന്നത്, അവന്റെ വാക്ക് ഇത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി തീർന്നു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്നാ വായിക്കുന്നത്. അപ്പൊ ആദ്യം ഹൃദയത്തിൽ കുത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ച് പശ്ചാത്താപം ഉണ്ടാകുക. 2, തദനുസരണമായി വിശ്വാസം ഹൃദയത്തിലുണ്ടായിട്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പാപപരിഹാര ബലി എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആയിരുന്നുവെന്ന് സമ്മതിച്ച് വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ ഏറ്റുപറയുക. ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലോകം എനിക്കായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലോകത്തോട് പരസ്യമായി സാക്ഷ്യം പറയുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്രമേണ അങ്ങനെ തത്തുല്യരായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്വഭാവഭാഗത്തോട് ചേർന്ന് ദൈവത്തിന്റെ വചനം കൃത്യമായി ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാവുകയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആത്മീയ ക്രമീകരണം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ പഴയതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായ ഒരു മാറ്റം നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഒരു കാര്യം മനസ്സിലാക്കണം, ബിസിനസ് പൊട്ടുന്നതിന് മുമ്പേ ഒരു ദിവസത്തെ കളക്ഷന്റെ 80% കുടിച്ചു തീർക്കുമായിരുന്നു. അതുകൊണ്ടായത് പൊട്ടിയത്. അല്ലാതെ ബിസിനസ് സഭ മാറാഞ്ഞുകൊണ്ടല്ല. സഭ മാറിയാൽ, അതായത് യാക്കോബായിൽ നിൽക്കുന്ന ഒരു വിശ്വാസി നാളെ രാവിലെ ഒരു വെള്ളത്തിൽ സ്നാനപ്പെട്ട് പെന്തക്കോസ്തിലോ വേർപാടിലോ വന്നു കഴിഞ്ഞാൽ ബിസിനസ് അഭിവൃദ്ധിപ്പെടും എന്ന് ഉപദേശം നൽകുന്ന പാസ്റ്റർമാർ വാസ്തവത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരല്ല. ഈ പുതിയമത്തിൽ ഇന്ന് വരെ ഞാൻ മത്തായി മുതൽ വെളിപാട് വരെ വായിച്ചപ്പോൾ ഭൗതിക അനുഗ്രഹങ്ങളും ഫിസിക്കൽ പ്രോസ്പെരിറ്റീസും ആത്മീയരായി വരുന്ന ആൾക്കാരുടെ അവകാശമായി ദൈവം വെച്ചതായി പുതിയമത്തിൽ എവിടെയും ഞാൻ വായിക്കുന്നില്ല.
എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഭൗതികമായിരിക്കുന്ന സമ്പത്താണ് വാഗ്ദത്തം ചെയ്യുന്നത്. അതും കനാനോട് ബന്ധപ്പെട്ട് പുതിയ നിയമസഭയ്ക്ക് അങ്ങനെ നൽകിയിട്ടില്ല. പുതിയ നിയമസഭയ്ക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞത്, സകലവും വിട്ട് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനരുദ്ധാന ശരീരത്തിലെ ഇസ്രായേൽ ഗോത്രം 12 വരുന്ന ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. ഒന്ന്, അതും ഒരു സുവിശേഷകൻ മത്തായി സുവിശേഷൻ പറഞ്ഞ ലൂക്കോസ് പറഞ്ഞതെന്ന് അറിയാവോ? ലൂക്കോസ് പറയുന്നത് നിങ്ങൾക്ക് നിത്യജീവനും 100 മടങ്ങ് കഷ്ടങ്ങളും കിട്ടുമെന്നാണ്. നിത്യജീവനും 100 മടങ്ങ് കഷ്ടങ്ങളും. സകലവും വിട്ട് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ നിത്യജീവൻ സ്വർഗത്തിൽ, അപ്പോൾ ഭൂമിയിലെ 100 മടങ്ങ് കഷ്ടങ്ങൾ. അപ്പോഴവിടെ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യേ, ഇത് ഇങ്ങോട്ട് ചേർന്നാൽ എന്ത് ചെയ്യും, നിനക്ക് ഇത് കിട്ടും. പണ്ട് എം.വി. ചെറിയാൻ സാർ കുമ്പനാട്ട് ഞങ്ങളുടെ സുവിശേഷ യോഗത്തിന് വർഷങ്ങൾക്ക് മുമ്പ്, 35 വർഷങ്ങൾക്ക് 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗം ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. അതേ ഒരിക്കല് ഒരു കേരളത്തിലെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. എവിടോ ആത്മീയ സൂക്ഷിക്ക് വേണ്ടിയുള്ള യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം യോഗത്തിനിരിക്കുന്ന സമയത്ത് വേദപുസ്തകം വായിച്ചുകൊണ്ടാണ് തന്റെ സീറ്റിലിരുന്നത്. ഇത് കണ്ട ഒരു തമിഴ് പയ്യൻ, ആ തമിഴ് പയ്യൻ സാറിന്റെ അടുത്ത് കൂടി. സാർ അല്പം ഫലിതത്തോടെ കാര്യങ്ങൾ പറയുന്ന ആളായിരുന്നല്ലോ. അടുത്തുകൂടി സാറിന് ചോദിച്ചു, അയ്യാ നീ എന്നെ പുസ്തകമായി വായിക്കരുത്, നീ എന്തായി വായിക്കുന്നത്? വേദപുസ്തകമാണ്. അപ്പോ നീ എന്നാ വേല ചെയ്യും, എന്ത് വേലയാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു, ഞാന് കടവുള്ളവരുടെ വേലയെ ചെയ്യുന്നത്, അതായത് ദൈവത്തിന്റെ വേല ചെയ്യുന്നയാളാ, അതായത് ഞാനൊരു ബോധകരാണ് എന്ന് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്. അപ്പൊ അവൻ ചോദിച്ചു, ഏത് മിഷനിലാണ്? സാറ് പറഞ്ഞു, ഞാനൊരു മിഷനിലൊന്നുമില്ല, ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിന്റെ മക്കൾ ആരാധിക്കുന്ന ഒരു ദൈവസഭയുടെ അംഗമായി ദൈവത്തെ ആരാധിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദൈവദാസനാണ്. അപ്പൊ ഇവനാണ് ഇങ്ങനെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഇവൻ സാറിനോട് കാര്യം പറഞ്ഞു, എനിക്കും എന്നെ കൂടെ ഈ മിഷനിൽ ചേർക്കണം, ഈ സഭയിൽ ചേർക്കണം, എന്നെ കൂടെ ഈ സഭയിൽ ചേർക്കണം. ആരാ? ചെറിയാൻ സാറ് അംഗമായിരിക്കുന്ന സഭയിൽ ഇവരെ കൂടെ ചേർക്കണമെന്ന്. സാറ് പറഞ്ഞു, അങ്ങനെ സഭയിൽ ഒരാളെ ചേർക്കാൻ പറ്റുകയില്ല, ചേർക്കാൻ എനിക്ക് പ്രത്യേകിച്ച് അധികാര അവകാശങ്ങളൊന്നുമില്ല, എന്നാൽ നിന്നെ സഭയിൽ ചേർക്കേണ്ടത് കർത്താവാണ്. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 47-ാം വാക്യം സാറെടുത്ത് വായിച്ചു കേൾപ്പിച്ചു. കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടു. അപ്പൊ ഇത് കേട്ടവൻ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? കർത്താവ്, നീ പാവബോധം നിനക്കുണ്ടാകണം, കർത്താവായ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത ശേഷമാണ് ഒരു പ്രാദേശിക സഭയോട് ചേർന്നപ്പോൾ പറയോ, സർ സുമ്മാ ചേർത്ത് കൊടു, സാർ ചുമ്മാ അങ്ങ് ചേർത്തേക്കാൻ, സുമ്മാ ചേർത്ത് കൊടു സാർ. അപ്പൊ സുമ്മാ ചേർത്ത് കൊടു സാർ. അപ്പൊ സാറ് ചോദിച്ചു, എന്തുവാ നിന്റെ ഇത്ര നിർബന്ധം? അപ്പൊ അവനുള്ള സത്യം പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാനൊരു ഹിന്ദു പയ്യനാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയുമായി അല്പം അടുപ്പത്തിലാണ്, എനിക്ക് അവളെ വിവാഹം കഴിക്കണം, തിരുമണം ചെയ്യണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഒരു പള്ളിയിലാണെങ്കിലേ എന്നെ അവർ കല്യാണം കഴിക്കാൻ സമ്മതിക്കുള്ളൂ, അതുകൊണ്ട് സുമ്മാ ചേർത്ത് കൊടു സാർ. അപ്പൊ അവൻ ഈ ക്രിസ്തീയ പെൺകുട്ടിയെ, അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, അതിനുവേണ്ടി ഒരു പള്ളി വേണം. അപ്പൊ സാറിന് പറയാണ്, സാർ സുമ്മാ അങ്ങ് ചേർത്ത് കൊടു സാർ, വെറുതെ അങ്ങ് ചേർത്തോളാൻ. അങ്ങനെ ഈ വെറുതെ ചേർക്കപ്പെട്ട ഒരുപാടെണ്ണം ഈ കരിസ്മാറ്റിക് വിഭാഗങ്ങളിലുണ്ട്. രോഗശാന്തി രക്ഷിക്കപ്പെട്ട ഒരുനോട് പറഞ്ഞു, ഞാന് മരണകരമായ രോഗത്താൽ ബാധിതനായിരുന്നു, ഒരു ദേവദാസിന് വേണ്ടി വന്നു, തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതകരമായി സൗഖ്യം തന്നു, അന്ന് മുതൽ ഞങ്ങൾ ഈ സഭയിലാ പോകുന്നു. എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് പറഞ്ഞില്ല, ഞാൻ ആരെയും തരം താഴ്ത്തി പറയാനോ പരിഹസിക്കാനോ കളിയാക്കാനൊന്നും അല്ല. ഞാൻ ചോദിച്ചു, വെൻ ഡിഡ് യു ബോൺ അഗെയിൻ, നിങ്ങൾ എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്? എന്നോട് ഉത്തരമാണ്, ഞങ്ങൾക്ക് ഒഴിയാത്തൊരു ബാധയുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് എന്നോടൊരു പയ്യൻ സംസാരിച്ചു. അദ്ദേഹം കോട്ടയംകാരൻ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടില് അവര് 3 കുട്ടികളും മാതാപിതാക്കളുണ്ട്. ഈ 3 പിള്ളേരുടെയും ശരീരത്തിൽ സ്കിൻ ഡിസീസ് ഉണ്ട്. ഈ സ്കിൻ ഡിസീസിന് അവർ പല വൈദ്യന്മാരെടുത്ത് ശുശ്രൂഷയൊക്കെ ചെയ്തു, പക്ഷേ വേണ്ടത്ര നല്ല പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്റർ ദേവദാസർ അവിടെ വന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നാനപ്പെടണം എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഹിന്ദുക്കളവര് സ്നാനപ്പെടണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? പിറ്റേ ആഴ്ച പോയി ഞങ്ങൾ കുടുംബമായി സ്നാനപ്പെട്ടു. അന്ന് മുതൽ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു.
ഞാൻ അങ്ങനെ ഒരു സുവിശേഷം വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുന്ന സുവിശേഷമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ലേഖനം എഴുതിയിരുന്നു. കൈവയ്യാത്തതുകൊണ്ട് ഞാൻ ലേഖനങ്ങളിൽ ഇപ്പോൾ പുറകോട്ടാണല്ലോ. എന്റെ ബാല്യകാലത്ത് പുന്നവേലി കുട്ടപ്പൻ എന്നറിയപ്പെടുന്ന അമ്പാട്ട് വലിയ കുഞ്ഞപ്പി ഉപദേശി, ചെറിയ കുഞ്ഞപ്പി ഉപദേശി, ദൈവദൂത തുല്യമായി ദൈവം ശുശ്രൂഷ ചെയ്യുന്ന ചെറിയ കുഞ്ഞപ്പി ഉപദേശി, വയലത്തറ അവറാച്ചായൻ, പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളിൽ ടി ജി ഉമ്മച്ചൻ, അതുപോലെ തന്നെ പാസ്റ്റർ പി എം ഫിലിപ്പ്, ഇതുപോലെയുള്ള നിരവധി ആളുകൾ, സ്ത്രീരത്നങ്ങളിൽ സുവിശേഷ പ്രസംഗരായ എന്റെ ബാല്യകാലം പോലെ ഞാൻ കേട്ട പെണ്ണമ്മ സന്യാസിനി, അതുപോലെ ഈ മേരി കോവൂര്, ഇതുപോലെ ആളുകൾ സമൃദ്ധമായി സുവിശേഷം സ്റ്റേജുകൾ അതിശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയോട് സംസാരിക്കുന്നതും ആളുകൾ വെളിച്ചത്തെ ഈയൽ വന്ന് ചിറകറ്റി വീഴുന്ന പോലെ എഴുന്നേറ്റ് വന്ന് ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുഴണ്ട് പാടിക്കൊണ്ട് മാനസാന്തരപ്പെട്ട രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഒറ്റ കൺവെൻഷന് ഈ കണ്ടുക്ഷോഭം ചെയ്ത ഉപദേശിമാര് അവരുടെ അണ്ടം കീറി ഇവിടുന്ന് അങ്ങ് എറണാകുളം വരെ കേൾക്കത്തക്ക നിലയിൽ ആലറി മൈക്കിനകത്തൂടെ ഒച്ച വെച്ച് പ്രസംഗിച്ചാലും ഒരു ഈയലെങ്കിലും രക്ഷിക്കപ്പെടുന്നത് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ ഇന്നത്തെ കൺവെൻഷന്? പിന്നെ വളരെയധികം നിർബന്ധിക്കുമ്പോൾ ഈ രാത്രി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ കൈപൊക്കിക്കാട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോ ഇങ്ങും പല പ്രാവശ്യം നിർബന്ധിക്കുമ്പോൾ ഈ തീപ്പൊരി ഉണ്ടാകുന്ന പോലെ ചുറ്റികൊണ്ട് ആഞ്ഞാഞ്ഞ് പാറക്കക്ഷത്തെ അടിക്കുമ്പോൾ ഒരു പൊരി പൊട്ടുന്ന പോലെ അങ്ങോ ഇങ്ങോ ഒന്നോ രണ്ടോ പേര് ഒന്ന് കൈപൊക്കും. അതിൽ പൊക്കിയ പല്ലേയും ഞാൻ കണ്ടുണ്ട്. പിറ്റേയാണെങ്കിലും അവർ കൈപൊക്കുന്നവരാണ്. എല്ലാ മീറ്റിങ്ങിനും കൈപൊക്കുന്നവരാണ്. അങ്ങനെയൊന്നും അല്ല രക്ഷിക്കപ്പെടുന്നത് ഇവരുടെയൊക്കെ പഴയകാല പ്രഭാഷകരായ ആളുകൾ ക്രൂശിന്റെ വ്യാപാര ശക്തി തങ്ങളുടെ പ്രസംഗത്തിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കുത്തിയൊഴുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ പാപമംഗലമായ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും പാപത്തെക്കുറിച്ചുള്ള ആഴമേറിയ കുറ്റബോധം അവരിലുണ്ടായിട്ട് അവർ നിലവിളിച്ചുകൊണ്ട് ഈ പ്രഭാഷകൻ നിൽക്കുന്ന സ്റ്റേജിന്റെ സമീപേ വന്ന് മുഴങ്കാലുകൾ മടക്കി അവിടെ അവരുടെ തലമേൽ കൈവച്ച് ദേവദാസന്മാർ പ്രാർത്ഥിക്കുകയും കർത്താവായ യേശുവിനെ അവര് അതിധൈര്യത്തോടെ ഏറ്റുപറഞ്ഞ് ജീവിതത്തിൽ വലിയ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്ന അനുഭവം പഴയ കാലത്തെ സർവ്വസാധാരണമായ ആത്മീയ ശുശ്രൂഷകളിലെ അനുഭവങ്ങളായിരുന്നു. പക്ഷെ ഇന്നത് കാണാനില്ല. ഇന്ന് കാണികൾ കേൾവിക്കാരെ കണ്ണരസമാകുമാറ് സുഖിപ്പിക്കത്തക്ക നിലയിലുള്ള പിന്നെ വേദികൾ ഉപവിഷ്ടരാകുന്ന കൺവെൻഷൻ സംഘാടകരായ ആളുകളെ അങ്ങ് സ്ട്രോട്ടോസ്ഫിയർ അയണോസ്ഫിയറോളം പൊക്കി പറഞ്ഞ് അവരെ പുകഴ്ത്തി പറയുന്ന, പിന്നെ അവിടെയുള്ള ഗൾഫിൽ നിന്നും അമേരിക്കയിലും വന്നിട്ടുള്ള ഏതെങ്കിലും അച്ചായന്മാരുണ്ടെങ്കിൽ അവരുടെ അവദാനങ്ങളെ ഉച്ചസ്ഥരം ഈ മൈക്കിൽ കൂടി ഉദ്ഘോഷിക്കുന്ന ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കാറുള്ളത്. വലിയ പവറായിട്ട് ഞാൻ ഇന്ന് രാത്രിയിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ ഈ കടിച്ചു പിടിച്ചൊക്കെ സംസാരിക്കുക. അപ്പൊ ഇവിടെ ഞാനിത് ഈ കടിച്ചും പിടിച്ചുമൊക്കെ നീ സംസാരിച്ചിട്ടും ഒരു പൂഞ്ഞാൻ പോലും രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുന്നില്ലെങ്കിൽ നിന്റെ പ്രസംഗത്തിനകത്ത് ദൈവകൃപ എന്ന് പറയുന്ന സംവിധാനം ഇല്ലായിരുന്നു എന്ന് അതിന്റെ അർത്ഥം. ദൈവകൃപയുടെ വ്യാപാരം സുവിശേഷത്തിന്റെ പ്രഭാഷണത്തിൽ വ്യാപരിച്ചാൽ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിരിക്കും. ഇത് ഞാൻ ബാല്യകാലത്ത് കണ്ടിട്ടുണ്ട്. അനേക സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ നമ്മുടെ ബഹുമാന്യായ സഹോദരൻ പറയുന്നത് ബൈബിൾ മാത്രം അടിസ്ഥാനമാക്കിയ സഭയാണ് ഞങ്ങളുടെ സഭ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? നാട്ടുകാർ പറയണം ആണോ ഇല്ലയോ എന്ന്. ഉപദേശപരമായ ഏതെല്ലാം വിഷയങ്ങൾ, കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം സംബന്ധിച്ച് എത്രയോ ഗുരുതരമായ വിഷയങ്ങൾ വേദപുസ്തകം ഇല്ലാത്ത പ്രവാചകന്മാര്, പിന്നെ അതുപോലെ അപ്പോസ്റ്റലന്മാര്, സെൻട്രൽ പാസ്റ്റർമാര്, കൌൺസിലർമാര്, സംഘടനകള്, സാരഥികള്, പിന്നെ കേന്ദ്രീകൃതമാകുന്ന നേതൃത്വങ്ങള്, പിന്നെ അനുകരണ ഭ്രമത്തോടിയ വസ്ത്രധാരണങ്ങള്, ഇതെല്ലാം കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണോ ബൈബിൾ പ്രകാരം മാത്രം ഉള്ളതെന്ന് പറയുന്നത്? ബൈബിൾ പ്രകാരം മാത്രമുള്ളത് എങ്കിൽ യു ഗോ ബാക്ക് ടു ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിലേക്ക് മടങ്ങി പോകണം. വാട്ട് ഡു യു സീ ദേർ? അവിടെ എന്താണ് കാണുന്നത്? അവിടെയാണ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്റ്റലന്മാർ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാ കൂടിവരവുകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാനുഷികമായ ചട്ടക്കൂടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ അതിൽ പുകഴ്ച വരാൻ പാടില്ല. പിന്നെ ആൾബലത്തെക്കുറിച്ച് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. ദാവീദ് ഒരിക്കല് ജനത്തെ എണ്ണിച്ചു നോക്കി. യോവാവ് പറഞ്ഞതാ, യജമാനെ അതിന്റെ ആവശ്യമില്ല, ജനങ്ങളെ യഹോവ വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതാ രാജാവിന് സന്തോഷം ഒന്ന് എണ്ണാൻ. എണ്ണിക്കഴിഞ്ഞപ്പോൾ കുറെ എണ്ണം അങ്ങ് പോയി. ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു അത്. ഈ ആളിന്റെ എണ്ണം
അതിൽ പുകഴുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കുറെ ആളുകളെല്ലാം കൂടെ ഒഴുകി ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ സഭയിൽ തന്നെ പറയാം, ഈ ദേശത്ത് നിന്ന് കുറെ പേരിങ്ങനെ ഒഴുകി ഈ തിലാമഴയ്ക്ക് ഊത്തയാടുന്നവർ ചാടി ബ്രദർ സഭയിൽ വന്നാൽ അവരെല്ലാം രക്ഷിക്കപ്പെടാവൂ? ആകുകയില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ അനുഭവമാണ്. പാപബോധമുണ്ടാകണം, മാനസാന്തരപ്പെടണം, പാപബോധമുണ്ടാകണം, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിച്ച വിശ്വാസികൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസ സ്നാനം കൈക്കൊണ്ട് വിശുദ്ധ ജീവിതത്തിനായി സമർപ്പിച്ച് തങ്ങളുടെ ജീവിതം മൂല്യമുള്ളതായി ഈ ലോകത്തിൽ ജീവിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു സഭയോട് ചേർന്ന് കഴിഞ്ഞാൽ, ഇന്ന് കാണപ്പെടുന്ന 600,000 സഭകളിൽ ഏതെങ്കിലും സഭയോട് ചേർന്ന് കഴിഞ്ഞാൽ അവൻ നിത്യജീവന് പങ്കാളിയാകും എന്നുള്ള ഉപദേശം വചനപ്രകാരം ശരിയല്ല. അത് ബൈബിൾ അടിസ്ഥാനമല്ല. ബൈബിൾ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു പഠിപ്പിച്ച അതാണ് അടിസ്ഥാന ഉപദേശം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തോട് കോംപ്ലിമെന്ററി ആയിരുന്നു അപ്പോസ്തലന്മാരുടെ ഉപദേശം. കാര്യം അപ്പോസ്തലന്മാർ ഉപദേശം പ്രാപിച്ചത് കർത്താവിൽ നിന്നാണ്. അവർ നമുക്ക് മാതൃക കാണിച്ചെന്നു പോയി. ഇതാണ് മാതൃക എന്ന് പറഞ്ഞു. ആ മാതൃക പിൻപറ്റാതെ പിന്നെ ഓരോരുത്തർ അവരവരുടേതായ നിലയിലുള്ള ഉപദേശ സമിതികളെ ഉണ്ടാക്കി പിന്നെ കൺവീനിയന്റ് ഗോസ്പൽസ്, അവസരോചിതമായിരിക്കുന്ന സുവിശേഷം പ്രസംഗിച്ച് അവസരോചിത ദൈവശാസ്ത്രം ജനഹൃദയങ്ങളിലേക്ക് പകർന്ന് വചനത്തിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തിയിട്ട് ഇതാണ് വാസ്തവത്തിൽ ബൈബിളികം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സാധിക്കുമോ? മനുഷ്യർക്ക് ചിന്താശക്തിയുള്ള ആൾക്കാരാണ്. അത് സാധിക്കുകയില്ല. ഞാൻ ഇവിടെ ഈ വീഡിയോ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ സഭയാണ് ബൈബിൾ പ്രകാരം മാത്രമായിരിക്കുന്നത് എന്ന അവകാശവാദം ഉന്നയിക്കാൻ സത്യത്തിൽ ഇന്ന് ഭൂമിയിൽ ഒരു സഭയ്ക്കും അവകാശമില്ല, ഇൻക്ലൂഡിംഗ് ദ ചർച്ച് വേർ ഐ എം ബിലോങ്ങിങ് ടു. ഞാൻ പറഞ്ഞു 100% കൃതകൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 100% പോയിട്ട് ഇവിടെ ഗൗരവമുള്ള പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേ തൊണ്ടയ്ക്ക് കയറിടുന്ന ആൾക്കാരുണ്ട്. അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, ആ വിഷയം സംസാരിക്കരുത്, അതിനെക്കുറിച്ച് മൗനം പാലിക്കണം എന്നൊക്കെ പറയുന്ന ചുരുക്കത്തിലെ ആൾക്കാരെങ്കിലും ഉണ്ട്. കാരണം അവിടെയൊക്കെ വീണ് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ദി ആക്ട് ഓഫ് അഡൾട്ടറി ഇൻ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ലേഖനം എഴുതി. ഇംഗ്ലീഷായിരുന്നു. ആക്ട് ഓഫ് അഡൾട്ടറി ഇൻ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്, അതായത് ബൈബിൾ കാഴ്ചപ്പാടിൽ എന്താണ് ഈ വ്യഭിചാരം എന്ന പ്രവൃത്തി. അത് ഒരു റിസർച്ച് ആർട്ടിക്കിളായിരുന്നു. അതായത് ഞാൻ വളരെ സ്കോളർലിയായി പല ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്ത് ഞാൻ ദി അഡൾട്ടറി ഇൻ ദി റോമൻ കൾച്ചർ, adultery in the nation Israel, adultery in Christianity, and how these different nations and people they view the act of adultery and what are its consequences and divine punishment. ഇതെല്ലാം ഞാൻ വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ റിസർച്ച് എഴുതി. ഇത് എഴുതിയപ്പോൾ എന്നെ ഒന്ന് രണ്ട് സഹോദരന്മാർ വിളിച്ച് പറയാ, ബ്രദറെ ഇങ്ങനെയുള്ള സബ്ജക്റ്റൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യാം, അത് വേറെ ബ്രദറിന് വേറെ നല്ല എക്സ്പോസിറ്ററി സ്റ്റഡിയൊക്കെ ചെയ്യാൻ അറിയാമല്ലോ, അതൊക്കെ ചെയ്യുക, ഇതൊക്കെ അങ്ങ് വിട്ടേക്കാൻ. ചേടാ, വ്യഭിചാരം എന്നൊരു വാക്ക് കേട്ടപ്പോൾ ഇത്രയും ഭയം ഉണ്ടായതിന്റെ കാരണം ഞാനാണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുകയോ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത ഡിസ്റ്റർബൻസസ് ഉണ്ടാകുന്ന ആളുകളുടെ രഹസ്യ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഇവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അക്വാഫോബിയ എന്ന് പറഞ്ഞൊരു ഫോബിയ ഉണ്ട്. വെള്ളത്തെ ഉള്ള ഭയം, ജലഭയം എന്ന് പറയും, ജലവിഭ്രാന്തി എന്ന് വേണേൽ പറയാം. വെള്ളം കാണുമ്പോൾ ഉടനെ ഒരുതരം വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാകുന്ന ആളുകൾ. അങ്ങനെ ഓരോ നിലയിലുള്ള ഫോബിയ പലർക്കുമുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തകം പറയുന്നത് വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരത്തെക്കുറിച്ചൊരു തികച്ചും ശാസ്ത്രീയമായിരിക്കുന്നൊരു പഠനം ചെയ്തു കഴിഞ്ഞാൽ അത് എഴുതുന്നത് ഇടർച്ചയാകി തീരുന്നു എങ്കിൽ ഞാനെന്താ മനസ്സിലാക്കണ്ടേ? മോഷണത്തെക്കുറിച്ച് ഒരു മെസ്സേജ് ഞാൻ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ അത് ചില ആൾക്കാർക്ക് വലിയ പ്രയാസമാകുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അവരെ ഏതെങ്കിലും നിലയിൽ മോഷ്ടിക്കുന്നവരാണെന്നാ. അല്ലെ അവർക്ക് എങ്ങനെയാ ഈ പ്രയാസം ഉണ്ടാകുന്നത്? നിങ്ങൾ 100,000 ഉപദേശിമാർ വിടുന്നതുകൊണ്ട് വ്യഭിചാരത്തെക്കുറിച്ചും മോഷണത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും പ്രസംഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പ്രയാസമില്ല. അതറിയാവോ? അതിന് പ്രയാസപ്പെടുന്നേ. ഇപ്പൊ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവന്റെ ജീവിതത്തിന്റെ ബലഹീനതകളെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവന്റെ ബലഹീനതകളെ പ്രൊജക്ട് ചെയ്യാൻ കഴിയുന്ന വിശ്വാസികളാണ് ഇന്നത്തെ വേർപെട്ട സമൂഹങ്ങളിലെല്ലാം കൂടുതലുള്ളത്.
അവരോടെ മിണ്ടുകയില്ല. മറ്റുള്ളവന്റെ വാരി അലക്കും. കർത്താവ് എന്താ പറഞ്ഞേ? ഓരോരുത്തരും താൻ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് ചോദന ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ ഞാനിവിടെ നിർത്താൻ പോവുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ സഭയാണ് ബൈബിൾ പ്രകാരം 100% ശരിയെന്ന് പറയാൻ കഴിയുന്ന കൂടുതലുകൾ ഇന്ന് ഭൂമിയിൽ വളരെ വിരളമാണ്. ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ വേദപുസ്തകത്തോട് ഏകദേശമൊക്കെ മമത പുലർത്തുന്ന സഭകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ നിൽക്കുന്ന കൂടുതലോ അങ്ങനെയുള്ള ഒരു സഭയാണ്. 100% അല്ലെങ്കിലും ഒട്ടുമിക്കവാറും മറ്റുള്ള വിഭാഗങ്ങളെ അപേക്ഷിച്ച്. കാര്യം കുറഞ്ഞ പക്ഷേ ഇവിടെ വേദപുസ്തകം സ്വതന്ത്രമായി ചിന്തിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും അവകാശമുണ്ടല്ലോ. ഞാനിപ്പോൾ പറയുന്ന പോലെ വല്ലതും സ്വതന്ത്രമായി വന്ന് ഈ കൃപാവര പ്രസ്ഥാനക്കാരുടെ സഭകളിലെ ഏതെങ്കിലും ലോക്കൽ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കുകയരുടെ അവരുടെ ആൾക്കാർ ഇവിടെ മൂക്കുകയർ കൊണ്ടൊന്നും വന്നാലും പ്രയോജനം ഉണ്ടാകില്ല. കോർക്കാൻ വരുന്നവരെന്ന് ആലോചിച്ചേ കോർക്കുകയുള്ളൂ. എന്താ അറിയാമോ? തെറ്റാന്ന് നിങ്ങളൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതാ ഞങ്ങളുടെ പഠനത്തിന്റെ രീതി, സഭയുടെ രീതി അങ്ങനെ തന്നെയാണ്. ശരിയാന്ന് പറയാനും തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയും. ഇത് ഞങ്ങൾക്കൊക്കെ ഉണ്ട്, ഞങ്ങളത് പറയാറുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഈ ആളിന്റെ എണ്ണം, ഇപ്പൊ റോമൻ കത്തോലിക്ക സഭ ഒരു വലിയ സഭാവിഭാഗമാണ്. സഭയെന്ന് പറയാൻ പറ്റുമോ? എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക റോമൻ കാതോലിസത്തെ കുറിച്ച് പറയുന്നത് ലാർജ് ബോഡി ഓഫ് പീപ്പിൾ എക്കിൻ ടു ക്രിസ്ത്യാനിറ്റി എന്നാണ്. അതായത് ക്രിസ്ത്യാനിറ്റിയോട് ഏതാണ്ട് താതാത്മ്യതയുള്ള ഒരു വലിയ ജനവിഭാഗം. ക്രിസ്ത്യൻസ് എന്ന് പറയുന്നില്ല. അവർ പറയുന്നത് അവരാണ് ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് മാത്രമല്ല, മാർപ്പാപ്പായും അദ്ദേഹത്തിന്റെ ചാക്രിയിലേലും പറയുന്ന അന്ത്യകാലം വരുമ്പോഴത്തേക്ക് ലോകത്ത് ഈ പറയപ്പെട്ട പെന്തക്കോസ്റ്റിന്റെ 600,000 സഭകളും ഈ പറയപ്പെട്ട ബഡറൻ സഭകളും മാർത്തോമ, ആംഗ്ലിക്കൻ, ഇവാഞ്ചലിക്കൽ, CNI, CSI ഈ സഭകളെല്ലാം കൂടെ ചേർന്ന് ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടമാകും എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന കാര്യം ഞാൻ ജോൺ പോൾ മാർപ്പാപ്പയുടെ പ്രസംഗത്തിൽ കേട്ടാണ്. എല്ലാം കൂടെ ഒടുങ്ങി വരുമ്പോൾ അവരുടെ കുടക്കീഴിൽ ചെല്ലുമെന്ന് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചോട്ടെ. അപ്പം വലിയ ഒരു ജനതയാവും, വലിയൊരു ജനസമൂഹം ഉണ്ടായാൽ ആ സമൂഹം വിശുദ്ധ വേദപുസ്തകത്തെ 100% അനുധാവനം ചെയ്യുന്ന സമൂഹം എന്ന് പറയാൻ പറ്റുമോ? ആളുകളുടെ വലുപ്പത്തിലല്ല. ഗോഡ് ഹാസ് ലെഫ്റ്റ് എ റെമനന്റ് അറ്റ് ഓൾ ടൈം ഇൻ ദി ഏജസ്. ദൈവം യുഗങ്ങളിലൂടെ, കാലങ്ങളിലൂടെ എല്ലാ സമയത്തും ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ട്, യെശയ്യാപ്രവചനം വായിച്ചു, ഒരു ശേഷിപ്പ്, ഒരു രക്ഷിതഗണം തന്നെ അവർ സിയോനിലേക്ക് മടങ്ങി വരും, നിത്യാനന്ദം അവർ തലമേൽ ഇരിക്കും എന്നാണ് എഴുതുന്നത്. സോ ദർ ഈസ് എ റെമനന്റ് അറ്റ് ഓൾ ടൈം. ഒരു ശേഷിപ്പ് എല്ലാ കാലത്തും ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് നിലവിളിക്കുമ്പോൾ, അല്ല, ബാലിന് മുട്ടുമടക്കാത്ത 7,000 പേരെ ഞാൻ അവിടെയായി ശേഷിപ്പിച്ചിട്ടുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. ദർ നമ്പർ ഈസ് കോൾഡ് എ റെമനന്റ്. ശേഷിപ്പ് എന്നാ അതിന്റെ അർത്ഥം. ഞങ്ങൾ വലിയൊരു കൂടിവരവാണ്, വലിയ സഭയാ എന്ന്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നൊരു പ്രസ്ഥാനം കേട്ടു. അതായത് ബ്രദറുകാരുടെ കേരളത്തിലെ മൊത്തം സഭകളോട് ചേർന്ന ഉണ്ടാകുന്ന ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന ഏതോ ഒരു ക്രൂസിനെ കുറിച്ച് പറഞ്ഞു. ശേഷം ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആളുകളുടെ എണ്ണം കൂട്ടുന്നതിൽ ഒട്ടും താല്പര്യം ആദ്യം മുതലേ ഇല്ലാത്തൊരു സ്വഭാവമാണ് ഞങ്ങൾ നിൽക്കുന്ന സ്വഭാവഭാവം. ഇവിടെ ആൾക്കാർ വന്നാൽ നിൽക്കാനും പ്രയാസമാണ്. കാരണം അറിയാവോ, ഇവിടെ നിയന്ത്രണങ്ങളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കള്ളു കുടിക്കാനും ബീഡി വലിക്കാനും സിഗരറ്റ് വലിക്കാനും ചാരായം കുടിക്കാനും പിന്നെ പെണ്ണ് പിടിക്കാനും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒന്നും ഇവിടെ സഭയായി പെർമിഷൻ നൽകിയില്ല. അപ്പൊ ചോദിച്ചേക്കാം, ഇൻഡിവിജ്വൽ ഉണ്ടോ? ഇൻഡിവിജ്വൽ അംഗമൊക്കെ ഉണ്ടായിരിക്കും, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഉള്ള ഇൻഡിവിജ്വൽസ് രക്ഷിക്കപ്പെട്ടതുമല്ല, സ്നാനപ്പെട്ടതായിരിക്കാം. സ്നാനപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ രക്ഷ എന്താണെന്ന് എന്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താണ് ക്രിസ്തീയ രക്ഷ അല്ലെങ്കിൽ ആത്മരക്ഷ എന്ന് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ രുചിച്ച് മനസ്സിലാക്കിയ ഒരു എളിയ ദൈവവേദനായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരല്ല. കാര്യം അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദനയോട് തെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ താക്കീത് ഉണ്ടാകും. അവൻ നിശ്ചയമായും ഇതെനിക്ക് പാടില്ല, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് സമ്മതിച്ച് അതിൽ നിന്ന് പിന്മാറും. ഹി ഷാൽ വിഡ്രോ ഹിംസെൽഫ് ഫ്രം കമ്മിറ്റിംഗ് സിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ദൈവം പറയുന്നത്. അല്ല കുറെ ആൾ കൂട്ടുന്ന കാര്യം. ആളുകൾ അന്ത്യകാലത്ത് വരുമ്പോൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങളോട് ശാന്തമായി ദൈവം സംസാരിക്കുന്ന എന്റെ ഈ ടൈം ലൈനിൽ 4-5 പേരാ ഉള്ളേ. ഈ രാത്രി അടുത്ത 24 hours ഓടിക്കഴിഞ്ഞാൽ
മാക്സിമം എത്തി നോക്കുന്നവർ 10, 30, 100 പേരായിരിക്കും. ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്താലും ഒരാളെ റീഡ് ചെയ്യാവുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാർ നോക്കുകയില്ല. നേരെ മറിച്ച് ഞാനിപ്പോൾ നാളെ രാത്രി ഇങ്ങോട്ട് വന്നേച്ച് എന്റെ ഈ ഫ്രെയിമൊക്കെ മാറിയിട്ട് ഒരു 2 ചാട്ടും ഒരു ഊട്ടും അതുപോലെ തന്നെ ഒരു 2-3 അന്യഭാഷയൊക്കെ പറഞ്ഞ് 3-4 പ്രവചനമൊക്കെ പറഞ്ഞ് മകനെ ഈ 2021 ഡിസംബർ മാസം ഒടുവിൽ ഞാൻ വലിയൊരു മഹാത്ഭുതം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. നീ കണ്ടിട്ടില്ലാത്ത നാടുകൾ നീ കാണാൻ പോവുകയാണ്. നിന്റെ കണ്ണുകൾ കണ്ട് കൊതി തീരാത്ത അനുഗ്രഹങ്ങൾ നീ നിന്റെ കലവറയിലേക്ക് കൂട്ടിവെക്കാൻ പോവുകയാണ്. ഇത് ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് 2 അടിയടിക്കാമെങ്കിൽ ആളുകൾ കൂടും 2 ദിവസം. അപ്പോൾ അവർ പറയും, കണ്ടോ ESHന്റെ സ്ഥിതി മാറി, ഇത്രയും കാലമൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ആശയങ്ങളോട് ചോദിക്കാൻ കണ്ടല്ലോ, ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങിയത് കണ്ടോ എന്ന് ആൾക്കാർ പറയും. മാനുഷികമാകുന്ന തന്ത്രങ്ങളൊന്നും ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ട. ശാന്തമായി പറഞ്ഞാൽ മതി. വലിയ കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും പിന്നെ ഒന്നും ദൈവമില്ല. ഒരു നേരിയ മന്ദമാരുതൻ, മന്ദമന്ദമായി പോകുന്ന ഒരു സ്വരം. ആ സ്വരത്തിലാണ് ഏലിയാവേ ഇവിടെ നിനക്കെന്ത് കാര്യം എന്ന് ചോദിച്ച ശബ്ദം അവൻ കേട്ടത്. ദൈവം എല്ലായ്പ്പോഴും സംസാരിക്കുന്നത് മന്ദമാരുത സമാനമായി വളരെ വളരെ വിസ്പറിംഗ് ആയിട്ടാണ്, അല്ലാതെ ബഹളം ഉണ്ടാക്കിയൊന്നുമല്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ ആൾപ്പെരുപ്പത്തിലോ നമ്മുടെ സംഘടനാ ബലത്തിലോ ഒന്നും പുകഴാതിരിക്കുക. സംഘടനയൊക്കെ മനുഷ്യന്റെ സൃഷ്ടിയാണ്. സഭ ദൈവത്തിന്റെ സ്ഥാപനമാണ്. ദൈവത്തിന്റെ സ്ഥാപനമായ സഭയെ കർത്താവ് നിലനിർത്തും. അതിലെ അംഗങ്ങൾ രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ്. അല്ലാതെ നാട് മുഴുവനുള്ള എല്ലാ ആളുകളും അതിന്റെ അംഗങ്ങളായിരിക്കുകയില്ല. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും അതിലെ അംഗങ്ങളായിരിക്കും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ ഉണ്ടാകേണ്ട താല്പര്യം കമ്മിങ് ബാക്ക് ടു ദ ബൈബിൾ, വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തോലിക ഉപദേശത്തിലേക്ക് നാം മടങ്ങി വരണം. അപ്പോസ്തോലിക ഉപദേശത്തിന്റെയും പ്രായോഗികതയും പ്രചാരകരായി ഞാൻ നിങ്ങൾ മാറ്റപ്പെടണം. വരുന്ന നാളുകളിൽ ദൈവം ആ നിലയിൽ നമ്മെ ഒരുക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിലെ ഈ സ്പീച്ച് ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.